ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ ഹിമാലയത്തിലും കൈലാസത്തിലും ഒക്കെ പോയിട്ട് ഈ പർവ്വതശേഖരം കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെളിപാടുണ്ടായിട്ടുണ്ട്. വെളിപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെ എന്തോ അപസ്മാരളകിയെന്ന്, അതല്ല. പിന്നെ നമ്മൾ ഈ വെളിപാട് ഇതിന് സമാന്തരമായിട്ട് പലതിലും, ഇപ്പോൾ ഹിമഗിരി വ്യവഹാരത്തിലൊക്കെ നമ്മൾ തപോവന സ്വാമികൾ എപ്പോഴും വിസ്മയിക്കുന്ന ഒന്നുണ്ട്. ധവളമായ എന്താണ് ഹിമഗിരി രാജൻ്റെ എന്നൊക്കെ പറഞ്ഞ് സ്വാമിജി ഇങ്ങനെ അതിനെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കും. ചിന്മയാൻ സ്വാമികളുടെ ഗുരു സ്വാമി തപോവൻ എപ്പോഴും അങ്ങനെയാണ്. ചിന്മയ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമിജി ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാമിജി ഇങ്ങനെ നോക്കും, ആര്? ചിന്മയാൻ സ്വാമിജി. എന്നിട്ട് തപോവൻ സ്വാമികൾ ഇങ്ങനെ ഇമവെട്ടാതെ ഇങ്ങനെ നോക്കുക, അത്ര ഇടിവെട്ടിയതുപോലെ. അപ്പോൾ സ്വാമിജി പറയും, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, എന്തിനാ എങ്ങനെ നോക്കുന്നത്? പിന്നെയാണ് ഞാൻ അതിൻ്റെ സൗന്ദര്യമൊക്കെ അറിഞ്ഞത്. പിന്നെയാണ് ഞാൻ. അപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ എത്ര കാലത്തേക്ക് ഈ ഹിമാലയവും കൈലാസത്തിലും സമാന്തരമായിട്ടുള്ള പർവ്വതങ്ങളിലൊക്കെ എത്രയോ കാലത്തേക്ക് വേണ്ടുന്ന നമ്മുടെ മനുഷ്യവംശത്തിന് വേണ്ടിയല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും വേണ്ടുന്ന ദാഹജലം, ജീവൻ്റെ നിലനിൽപ്പിൻ്റെ ജലത്തെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനെ ശേഖരിച്ച് വെച്ചിരിക്കുക, സംഭരിച്ച് വെച്ചിരിക്കുക. എവിടെ? വലിയ ഉയരത്തിലിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. നമ്മളൊക്കെ വീട്ടിലിങ്ങനെ ടാങ്കിൽ വെച്ചിരിക്കുന്നില്ലേ? ബോംബെയിലുള്ളവർക്കുണ്ടല്ലോ 2-3 ടാങ്ക്, ഇല്ലാത്തടത്ത് ബാത്റൂമിൻ്റെ ഇടയിൽ കൂടെ ഒരു ടാങ്ക്, അതിൻ്റെ സൈഡിൽ കൂടെ വേറൊരു ടാങ്ക് ഇല്ലേ? അങ്ങനെ നിങ്ങൾ വീട്ടിൽ ടാങ്കൊക്കെ വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ നമ്മൾ എത്ര ഇതായിട്ടാണ് വെള്ളം അളന്നുപയോഗിക്കുന്നു? ഇപ്പം നിങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമുണ്ടോയെന്നൊന്നും അറിയില്ലേ. സ്വാമി ഇവിടെ പണ്ടുണ്ടായിരുന്നു, അപ്പം നമുക്കറിയാം. ഇവിടെ പണ്ടുള്ളവർ ഈ ചോപ്പടപ്പട്ടിയിലൊക്കെ താമസിക്കുന്നവരുണ്ട്. അവരൊക്കെ രാവിലെ തന്നെ പോവും. പഴയ പോൺസ് പൗഡർ ടിന്നിൻ്റെ ആ കുറ്റി പൗഡർ ഉണ്ടല്ലോ, അതിലൊരു കമ്പി ദ്വാരം ഇട്ടിട്ട് അപ്പോൾ ആ കമ്പി ദ്വാരത്തിലൂടെ വെള്ളം പോകുമല്ലോ, അവിടെ വെള്ളം നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു താഴെ വെള്ളം ഉണ്ടാവുള്ളൂ. ആ വെള്ളമായിട്ട് ഇവർ പോണത് കാണാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്നിട്ട് മുഖമൊക്കെ കഴുകുന്നത് കാണാം ബാക്കി വെള്ളം കൊണ്ട്. നമ്മൾ അത്ഭുതപ്പെടും. ഭയങ്കര ഒരു മെക്കാനിസമാണ്. അതേസമയം ഇവിടെ ഒരു കാറ് കഴുകുന്നത് ഒരു ചെറിയ ബക്കറ്റ് വെള്ളത്തിലാണ് ഒരു 10-25 കാറ് കഴുകുന്നുണ്ട്. വെള്ളത്തിൻ്റെ നമ്മുടെ മലയാളികൾക്ക് യാതൊരു ചിന്തയും ഇല്ലാതിരിക്കുകയും ബോംബെയിൽ വരുന്ന സമയത്ത് വെള്ളത്തിന് എത്രമാത്രം അമൂല്യവത്തായിട്ടുള്ള ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ ഈ ജലമുണ്ട്, കോടാനുകോടി വർഷത്തിലേക്ക് വേണ്ടുന്ന ജീവജാലത്തിൻ്റെ മുഴുവൻ ജലത്തെയും ഹോൾഡ് ചെയ്ത് അങ്ങനെ ഹിമവാൻ നിൽക്കുമ്പം ആരാ നമിക്കാത്തത്? അതിനെ നമുക്കതിൽ നമിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ആരതിത്തട്ട് കണ്ടാലല്ലാതെ എന്താ ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ നേരെയാവുക? ഇതിങ്ങനെ കിണി എന്ന് പറഞ്ഞാലല്ലാതെ ഇതൊന്നും കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ലേ? ഇതാണ് സ്വാമിജിയുടെ കൂടെ ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ, ചിന്മയാനന്ദ സ്വാമികളുടെ കൂടെ ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ എന്താ പറയുക, ബദ്രിനാഥിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുത്തൻ ഇരുന്നിങ്ങനെ ഉറങ്ങുക. സ്വാമിജി ഒരു അടി കൊടുത്തു, കം ഓൺ മാൻ, ലുക്ക് അറ്റ് ദിസ് ഗ്ലോറി എന്നൊക്കെ പറഞ്ഞു. സ്വാമിജിയുടെ ഒരു പ്രയോഗം, അവനങ്ങോട്ട് ഞെട്ടിപ്പോയി. എന്ന് സ്വാമിജിക്ക് തന്നെ അങ്ങോട്ട് സഹിക്കുന്നില്ല. ചിലരൊക്കെ ഉണ്ട് ഹിമാലയത്തിലേക്കൊക്കെ ഇങ്ങനെ, ഇതെന്ത് സ്വാമി, ഇത് കുന്നന്നെയല്ലേ കാണാനുള്ളത്? നമുക്ക് കരച്ചിൽ വരും. ഇവരൊക്കെ ആയിട്ടാണല്ലോ ഈശ്വര നമ്മൾ ഇറങ്ങി തിരിച്ചത്. അതിനെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ നിങ്ങളിതൊക്കെ കാണണം. ഇതാകെ നമ്മളൊരു കുടുംബക്ഷേത്രത്തിൻ്റെ ഉത്സവം നടത്താൻ ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബത്തിന് കുഴപ്പമുള്ളത്, നിങ്ങൾക്കുള്ള കുഴപ്പം അതിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നടത്താൻ, വെടിക്കെട്ട് നടത്താനാണ് നമ്മൾ ഈ ഓടുന്നത്. നിങ്ങൾക്ക് കടപ്പാടുള്ള, നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമായിട്ടുള്ളതിനെയൊക്കെ കാണാൻ പോയിട്ടുണ്ടോ? നിങ്ങൾ ഒരിക്കലെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കുടിച്ച ജലത്തിൽ, എന്നെ ഞാനാക്കിയതിൽ ഇവിടുന്നൊക്കെ ഉറവ എടുത്തിട്ടുള്ള എത്രയൊക്കെ കണങ്ങളുണ്ടാകാം? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും? നിങ്ങളുടെ തലമണ്ടയിൽ മുകളിൽ വീഴുന്നതാ ഇന്ന് വീണ മഴവെള്ളം ഏത് നദിയിൽ നിന്ന് ബാഷ്പീകൃതമായിട്ടുള്ളതായിരിക്കാം?
ആ മഴത്തുള്ളി പിടിച്ച് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നുവെങ്കിൽ, അത് മേഘമാവുന്നിടത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ, ആ മേഘം ഉറവയെടുത്ത് നദിയുടെ സ്രോതസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിച്ചുവെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ അതിർത്തികൾ ഭേദിച്ച് ആൽപ്സ് പർവ്വതത്തിൽ നിന്ന് രൂപപ്പെട്ടതായിരിക്കാം, ചിലപ്പോൾ നൈലിൽ നിന്നായിരിക്കാം. ഇന്നതെൻ്റെ നെറുകയിൽ വീണുവെങ്കിൽ, ഇന്ന് ഞാൻ കുടിക്കുന്ന ഈ ജലം, ഇങ്ങനെ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു വിശ്വഭാവമുണ്ട്. ഇതൊന്നുമല്ല. നമുക്കാകെ നമ്മുടെ ഫ്ലാറ്റ്, അതിൻ്റെ മുന്നിൽ, അതിൻ്റെ ഇട്ടാവട്ടത്ത്, ഇപ്പുറത്ത് എന്ത് ചപ്പ് ചവറും കൊണ്ടിടും. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമാകുന്നതും ഇതിനോട് ഉത്തരവാദിത്വത്തിൽ നമ്മൾ ജീവിക്കുന്നതും. അവസാന ദിവസമായതുകൊണ്ട് സ്വാമി കൂടുതൽ പറയുന്നില്ല. അങ്ങനെ അവരെന്തു പറഞ്ഞു? ഞങ്ങൾക്ക് അങ്ങയുടെ ഭാഗമാകണം. അപ്പോൾ ഈ അവതാരം എന്നൊക്കെ പറയുമ്പം അങ്ങയുമായിട്ടുള്ള അംഗസ്പർശം ചെയ്യണം. ഈ അംഗസ്പർശത്തേക്ക് ഇങ്ങനെ വേണം കാണാൻ. നമ്മുടെ നെറുകയിൽ വീണ മഴത്തുള്ളിക്ക് ഇങ്ങനെ ഒരു അംഗസ്പർശത്തിൻ്റെ ഒരു സങ്കല്പമുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. അല്ലാത്ത അംഗസ്പർശം ഉണ്ടല്ലോ, വരി നിൽക്കുന്ന, അതല്ല ഇത്. ആ അംഗസ്പർശത്തിലാണ് നമ്മുടെ താല്പര്യം. അപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് നിങ്ങളെടുത്ത് കുടിക്കുന്ന, നിങ്ങളൊരു പുഴയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് നിങ്ങളങ്ങ് അന്റാർട്ടിക്കയിലേക്ക് നിങ്ങളുടെ കാലിനെ എടുത്ത് വെക്കുകയാണ്. കാരണം ഇതിനങ്ങനെ ഒരു ബന്ധമുണ്ട്. അതാണ്, അവിടെയാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വത്തെ നമ്മളങ്ങോട്ട് വികസിപ്പിക്കുന്നു. അതിനൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ നമ്മൾ ആവിഷ്കരിച്ചിട്ടില്ല, അങ്ങനെ വികസിപ്പിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ പറയുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ അംഗസ്പർശം വേണം എന്ന് പറഞ്ഞത്. അങ്ങനെ അവർ പറഞ്ഞു, ആലിംഗാമോ ഭവന്തമിതി, അങ്ങയെ ആലിംഗനം ചെയ്യണം. അന്യേ അവതാരാഹ തേഹി ഗോപാഹ ന സ്ത്രീശ്ച നോ കുരു അന്യോന്യ വിഗ്രഹം ധാര്യം തവ അംഗസ്പർശനാത് ഇഹ ശശ്വത് സ്പർശയിത അസ്മാകം ഗൃണ്ണീമോ അവതാരാൻ വയം. അങ്ങനെ അങ്ങയുടെ ആ ഗോപന്മാരും ഗോപികമാരും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ആ ഒരു അങ്ങയുടെ സാന്നിധ്യത്തെ, ആ സ്പർശത്തെ എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് അനുഭവിക്കണം എന്നവർ പറഞ്ഞു. ആരാ പറഞ്ഞത് എന്നുള്ളത് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. രുദ്രാദീനാം വചശ്രുത്വ പ്രോവാച ഭഗവാൻ സ്വയം അംഗസംഗം കരിഷ്യാമി ഭവദ്വാക്യം കരോമ്യഹം. അപ്പം രുദ്രൻ മുതലായിട്ടുള്ളവരായിരുന്നു ശ്രീരാമചന്ദ്രനായിരിക്കുന്ന, മഹാവിഷ്ണു ആയിരിക്കുന്ന ശ്രീരാമചന്ദ്രനോട് ഇത് പറഞ്ഞത് എന്ന് ഇവിടെ ഉപനിഷത്ത് പറയും. അപ്പം രുദ്രൻ മുതലായിട്ടുള്ളവരുടെ, രുദ്രാദീനാം വചശ്രുത്വ, വാക്കിനെ കേട്ടിട്ട്, പ്രോവാച ഭഗവാൻ സ്വയം, ഭഗവാൻ അവരോട് നന്നായി പറഞ്ഞു. പ്രോവാച എന്ന് പറഞ്ഞാൽ നന്നായി പറഞ്ഞു. അംഗസംഗം കരിഷ്യാമി, ഞാൻ അംഗസംഗം, അംഗം എന്ന് പറഞ്ഞാൽ അവയവം, രൂപത്തെ ധരിക്കാം. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടി പറയാണ് നമുക്ക് രൂപത്തെ ധരിക്കാം. ഇതുപോലുള്ള കവിഭാവനകളൊക്കെ കൃഷ്ണ സംബന്ധമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഒരു സ്ഥലത്ത് ഒരു കവി വർണ്ണിക്കുന്നുണ്ട്. ഏതാ കവി എന്ന് സ്വാമിക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പറയാം. യശോദ പാല് തിളപ്പിക്കുന്നു. ആർക്ക് വേണ്ടി? കൃഷ്ണന് വേണ്ടി. ഇത് ഭാഗവതത്തിലൊരു സന്ദർഭത്തെ കവി കുറച്ച് വിസ്തരിക്കുന്നതാണ്. അപ്പം കൃഷ്ണൻ ഭഗവാൻ, സാധാരണ കൃഷ്ണൻ കുട്ടിയായിരിക്കുമ്പം യശോദ പോയിട്ട് വിളിച്ച് എടുത്തിട്ടാണ് പാലൊക്കെ കൊടുക്കുക. ഇത് ആ ദിവസം പാൽ കച്ചവടം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ആവശ്യക്കാരൊക്കെയോ കൂടുതൽ വന്നപ്പോൾ മൂപ്പരിങ്ങനെ, കൃഷ്ണൻ മൂപ്പത്തിയാർ ഇങ്ങനെ കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞു, ഇതിങ്ങനെ കൂടുതൽ അതിൽ ശ്രദ്ധിക്കുക. കൃഷ്ണനെ വിസ്മരിച്ചു. അപ്പോൾ കൃഷ്ണനാണെങ്കിൽ എന്താ എന്നെ എടുത്തില്ലല്ലോ അമ്മ, പാല് തന്നില്ലല്ലോ. ഏത് പാല്? മുലപ്പാൽ. അതിലാണ് മൂപ്പരിക്ക് താല്പര്യം. അങ്ങനെ എടുത്തതുമില്ല, ഇവരിത് കൃഷിയില്ല. അപ്പോൾ മൂപ്പര് സ്വന്തമായിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഇറങ്ങി വന്നിട്ട് അപ്പോൾ ഇതിങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്കാണെങ്കിലോ ഇത് കടഞ്ഞൊന്ന് റെഡിയാക്കിയിട്ട് വേണം ഈ പാല്, അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാല് എടുത്ത് വെച്ചിട്ട് വേണം ഇവനെ എടുത്ത് പാല് കൊടുക്കാൻ. കുറച്ച് വർക്ക് ലോഡ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും മൂപ്പര് ഇങ്ങോട്ട് ഇറങ്ങി വന്നു എന്നാ. അപ്പോൾ വന്നപ്പോൾ അമ്മ ഏതായാലും ആ പണിയായല്ലോ എന്ന് വിചാരിച്ച് മടിയിൽ വെച്ചു. അപ്പോൾ മടിയിൽ വെച്ചപ്പോൾ ആശാൻ മുല കുടിക്കുകയാണ്. കവി വർണ്ണന എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. ഒരു മുല നന്നായി കുടിക്കണം, ഒരെണ്ണം കൈകൊണ്ട് തിരിച്ചിട്ട് അതിനെ സമാധാനിപ്പിക്കണം, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അതിന് പരിഭവമാണ് അത്രേ, എന്താ എന്നെ നീ വിസ്മരിക്കുന്നത് എന്ന്. അപ്പോൾ അതിനോട് തലോടിക്കൊണ്ട് അതിനെ സമാശ്വസിപ്പിച്ച് ഇതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പം
അടുപ്പിലിരിക്കുന്ന പാല് അതിലേറെ, അതാണ് വർണ്ണനയാണ്. നിങ്ങളിതിൽ വേറൊരു തോന്നിയാസം കാണരുത്. ചിലർക്ക് അങ്ങനെയുണ്ട്. കാരണം നമ്മളൊക്കെ കാമാതുരമായ കണ്ണുകളെ കൊണ്ട് ഭാഗവതം പോലുള്ള കൃതികൾ ഇതൊക്കെ പഠിക്കാനും ചിന്തിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങനെയുള്ള കാതുകളിലാണ് ഈ ഒഴിക്കണം എന്ന് പറയുന്നത്, അല്ലാതെ മറ്റുള്ളതിലല്ല. അതുകൊണ്ട് കാമാതുരരായി ഇതിനെ കേൾക്കരുത്. അപ്പോൾ കൃഷ്ണൻ ഈ ഒരു ആസ്വദിച്ചുകൊണ്ട് ഇത് കുടിക്കുകയും ഇത് താലോലിക്കുകയും ചെയ്യുമ്പം അവിടെ കൃഷ്ണന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പാലിങ്ങനെ തപിക്കുകയാണ് അഗ്നിയിൽ. അപ്പോൾ യശോദ അതെന്തുകൊണ്ട് മേടിച്ച് വെച്ചിട്ട് ആ പാലിലെ ഓരോന്നിനും കൃഷ്ണനായി തീരാൻ വെമ്പൽ പൂണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം വൈകുന്നു എന്ന് കാണുമ്പം ഈ പാല് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്, അഗ്നിയിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. തിളച്ച് മറയുന്നത് പാലിൻ്റെ ആത്മാഹുതിയാണ്, സഹിക്കവയ്യാതെ. എന്തൊരു വർണ്ണനയാണ്! അപ്പോൾ പാലിങ്ങനെ അഗ്നിയിൽ പോയി സ്വയം ഹോമിക്കുകയാണ്. ഇനി കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വർണ്ണനയുണ്ട്. അവിടെയാണ് മൂപ്പര് യശോദ ഇതിനെ താഴെ വെച്ചിട്ട് എണീറ്റ് പോകുമ്പോഴേക്കും എന്നാ ശരി എന്നും പറഞ്ഞ് കടകോല് കൊണ്ട് അടിച്ച് പൊട്ടിച്ച് അതിനെയൊക്കെ ശരിയാക്കുന്ന ഒരു സന്ദർഭം. അപ്പോൾ പറഞ്ഞു വന്നത് അംഗസ്പർശം എന്ന് പറയുന്നത്, ഇതിലൊക്കെ അംഗസ്പർശമുണ്ട്. ബാലാമണിയമ്മയുടെ ഒരു ഗംഭീര കവിതയുണ്ട്. ഒരു പൂച്ച അതിൻ്റെ വാല് പൊക്കിയിട്ടിങ്ങനെ നമ്മുടെ കാലിൻ്റെ ഇടയിലിട്ടിട്ട് ങ്യാവൂ എന്ന് പറഞ്ഞിട്ട് സാരിയുടെയൊക്കെ ഇടയിൽ കൂടെ ഇട്ടൊരു കറക്കലുണ്ട്. ഇങ്ങനെ ങ്യാവൂ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പൂച്ചയൊക്കെ അതിൽ ഈ ആ അമ്മയെന്ന് വിളിക്കുകയാണത്. ഒരമ്മയോടെന്ന പോലെ ഒരു കുട്ടിയുടെ വാത്സല്യത്തിലുള്ള നായ്ക്കൾ ഇത് ചെയ്യാറുണ്ട്, പശുക്കൾ ചെയ്യും, എല്ലാറ്റിനുണ്ട് ഇത്. നമുക്കാകെ നമ്മുടെ കുട്ടിയെ എൻജിനീയറാക്കുക ഡോക്ടറാക്കുക എന്നുള്ളതല്ലാതെ മറ്റുള്ളതിലൊന്നും നമ്മളിതിൽ കാണുന്നില്ല. ഇത് നിങ്ങളിൽ ഇങ്ങനെ കൂടിക്കൂടി കഴിഞ്ഞാൽ ഒരു കൊതുക് പോലും നിങ്ങളെ കടിച്ച് രക്തമെടുക്കുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. എന്നിട്ട് അതിങ്ങനെ കുടിച്ചു കഴിഞ്ഞ് പറന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പറയാം ഇതെൻ്റെ സഹോദരനാണ്, കാരണം എൻ്റെ രക്തമാണ് അവൻ്റെ ധമനികളിൽ ഓടുന്നത്. രക്തബന്ധത്തിനേക്കാൾ വലിയ ബന്ധം വേറെന്ത് ബന്ധമുള്ളത്? ആലോചിച്ചോ. നിങ്ങളുടെ രക്തമല്ലേ അവൻ്റെ ശരീരത്തിൽ ഓടുന്നത്, നിങ്ങളുടെ സഹോദരനല്ലേ, രക്തബന്ധമല്ലേ ഏറ്റവും വലിയ ബന്ധം. അതുകൊണ്ട് ഞാനും നീയും തമ്മിൽ ഇപ്പോൾ ഒരു ജ്യേഷ്ഠാനുജനാണോ, അതോ നീ എൻ്റെ മകനാണോ മകളാണോ, എൻ്റെ കൊതുവോ, നീ ആരാണ് എൻ്റെ? ഇങ്ങനെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് ചൊറിച്ചിൽ വരില്ല, അതിനെ അടിക്കണമെന്ന് തോന്നില്ല. ഒരു സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. അതിന് മൂട്ടയാണെങ്കിലും അതിനോട് പറയാം എൻ്റെ മക്കളെ. ഏതിലാണ് ഇത് പ്രയോഗിച്ചുകൂടാത്തത്? ഏതിലും പ്രയോഗിക്കാം. ഈ ഒരു പാരസ്പര്യം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഏറ്റവും അടുത്ത ബന്ധമുള്ളവരെ ശത്രുക്കളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അംഗസ്പർശം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ അറിയണം. ആ പ്രപഞ്ചത്തിൽ ഓരോന്നും അംഗസ്പർശം നടത്തുന്നത് എങ്ങനെയാണ്? മാർക്കറ്റിലിരിക്കുന്ന നിങ്ങൾ മാങ്ങയ്ക്കൊക്കെ ഇങ്ങനെ വില പറയുമ്പം അതിൽ ചിലർ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഭയക്കുന്നുണ്ട്. ഇവൻ്റെയൊക്കെ ശരീരമായി തീരണമല്ലോ ഈശ്വര, ഞാൻ തുഷ്ട മാറടാ ഇവിടുന്ന്. ചില മാമ്പഴങ്ങളൊക്കെ നമ്മളെ മാടി വിളിക്കണം, വാ 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 വാ. അപ്പോഴാണ് നമ്മൾ അത് പോയിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ ഗുണത്തിനും അനുസരിച്ചത് നമുക്ക് കിട്ടുന്നു അല്ലേ? ചിലതൊക്കെ നമ്മളെ മാടി വിളിക്കുന്നില്ലേ നമ്മളായിത്തീരാൻ. അപ്പോൾ അതിനെ തന്നെ നമ്മുടെ വാക്കാവാൻ, നമ്മുടെ മജ്ജയും മാംസവും ഒക്കെ അതായിത്തീരുന്നു. നമ്മളുമായിട്ട് അംഗസ്പർശം ചെയ്യും. അല്ലാത്ത അംഗസ്പർശം അല്ല, ഇതാണ് അംഗസ്പർശം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കരോമ്യഹം, ഞാൻ ചെയ്യാം. ഇങ്ങനെ ഞാൻ ചെയ്യാമെന്ന് പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ഭഗവാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. കാറ്റ് വന്നടിക്കുക, എല്ലാറ്റിലും. ഇനി നിങ്ങളിതിനെങ്ങനെ എന്താ പറയുക, ഡെവലപ്പ് ചെയ്യണം, ഇതിനെ വലുതാക്കണം. വിപുലീഗുരു എന്നാണ് ഭഗവാൻ ചതുശ്ലോകി പറഞ്ഞു കൊടുത്തിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇതിനെ വിപുലീകരിക്കും. ബ്രഹ്മാവ് നാരദർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു വിപുലീഗുരു. നാരദർ വ്യാസർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വ്യാസരോട് പറഞ്ഞു വിപുലീഗുരു. അങ്ങനെയാണ് വ്യാസൻ വിപുലീകരിച്ചത്. അങ്ങനെയാണ് തപോവൻ സ്വാമികൾ ചിന്മയാൻ സ്വാമികളോട് പറഞ്ഞത് വിപുലീഗുരു. അങ്ങനെയാണ് നമ്മളോടൊക്കെ പറഞ്ഞത് വിപുലീഗുരു.
അങ്ങനെയാണ് നമ്മളിവിടെ വന്നിരുന്ന് വിപുലീകരിക്കണം. വെറും ഇത് മാത്രം പറഞ്ഞാലോ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. അപ്പോൾ അംഗസംഗം കരിഷ്യാമ്യഹം, ഞാൻ അംഗസംഗം ചെയ്യാം. ഭവത് വാക്യം കരോമ്യഹം, നിങ്ങൾ എന്താണോ പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്യുന്നു. മൂന്നാമത്തെ ശ്ലോകത്തിൽ മോദിതാതേ സുരാ സർവേ കൃതകൃത്യാധുനാവയം കൃതകൃത്യാധുനാവയം. ഇത്ര വരെ കഥ. മോദിതാതേ സുരാ സർവേ, തേ സുരാഹ സർവേ മോദിതാഹ. ആ സുരന്മാർ, ദേവന്മാർ എല്ലാവരും സന്തോഷവാന്മാരായി തീർന്നു. എന്നിട്ടോ വയം കൃതകൃത്യാധുന, അധുന വയം കൃതകൃത്യ, ഇന്ന് നാം കൃതകൃത്യരായി, ചെയ്യേണ്ടത് ചെയ്തവരായി നാം. ഇതാണ് കൃതകൃത്യത. അപ്പോൾ ദേവന്മാർ പറയാം, ഓ നമ്മൾ കൃതകൃത്യരായി. കാരണം നാം നമ്മുടെ ആവശ്യത്തെ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചു, ഭഗവാൻ അതിനെ സ്വീകരിച്ചു. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും തീരുമാനിച്ച് ഒരു ജലഗണമാകുമ്പം കൃതകൃത്യരായി. ഇങ്ങനെ ഓരോന്നും കൃതകൃത്യരാകും. അടുത്ത മൂന്നാമത്തെ ഈ ശ്ലോകത്തിൽ 2-ാം പാദം മുതൽ ഉപനിഷത്ത് അതിൻ്റെ ഗൗരവമാർന്ന ഭാവത്തെ അവതരിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക. യോ നന്ദ പരമാനന്ദ യശോദ മുക്തിഗേഹിനി. ആരാണ് നന്ദഗോപൻ? ഇവിടെ പറയുന്നു യഹ നന്ദ, യാതൊരുവനെയാണോ നന്ദഗോപൻ എന്ന് പറയുന്നത്, യോ നന്ദ പരമാനന്ദ, പരമാനന്ദത്തെ പ്രതിനിധാനം ചെയ്യുന്നു നന്ദഗോപൻ. എങ്ങനെയാണോ ഭാഗവതത്തിൽ വ്യാസഭഗവാൻ കൗസ്തുഭവ്യപദേശേന സ്വാത്മജ്യോതിർ ബിഭർത്യച, കൗസ്തുഭം എന്നത് വ്യപദേശിക്കുന്നത് സ്വാത്മജ്യോതിസിനെയാണ് എന്ന് നമ്മളോട് പറഞ്ഞത്, അതുപോലെ നന്ദഗോപൻ പ്രതിനിധാനം ചെയ്യുന്നത് യോ നന്ദ പരമാനന്ദ, പരമാനന്ദത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പം പരമാനന്ദത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. പരമാനന്ദം എന്ന് പറയുന്ന ഒരവസ്ഥയെ കഥാപാത്രവത്കരിച്ചതാണ് നന്ദഗോപൻ എന്ന് കൃഷ്ണോപനിഷത്ത്. സന്ദീപാനന്ദഗിരിയല്ല, കൃഷ്ണോപനിഷത്ത്, ഉപനിഷത്ത് പറയും. എന്താണ് പരമാനന്ദം? സുഖം, സന്തോഷം, ആഹ്ലാദം, ആനന്ദം. സുഖം എന്നത് ശരീരം അനുഭവിക്കുന്നതാണ് സുഖം. ശരീരത്തിൻ്റെ സ്വാസ്ഥ്യം എന്ന് നമ്മൾ പറയും സുഖം. ശരീരം അനുഭവിക്കുന്നത്, ശരീരത്തിന് കിട്ടുന്നത് സുഖം. സന്തോഷം മനസ്സിൻ്റേത്, മനസ്സിൻ്റെ അവസ്ഥയാണ് സന്തോഷം. സുഖമാണ് കാര്യങ്ങൾ, പക്ഷേ സന്തോഷമില്ല. സുഖമാണ് സ്വാമി, എല്ലാം ഉണ്ട് ഇവിടെ, പക്ഷേ എനിക്കൊരു സന്തോഷമില്ല എന്ന് പറയും. അതെന്താണ്? മനസ്സിന് ഇല്ലാത്തതാണ് സന്തോഷം. അപ്പോൾ സുഖം, സന്തോഷം. മൂന്നാമത്തേത് ആഹ്ലാദം. ആഹ്ലാദം ഹൃദയത്തിൻ്റേതാണ് അല്ലെങ്കിൽ ബുദ്ധിയുടേതാണ്. മോൾക്കൊരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നത് എന്താ? ആഹ്ലാദം. അത് കുറേ കാലം ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ കുട്ടി ആയതെന്ന് വരുമ്പോഴോ അത്യധികം ആഹ്ലാദം. ഇങ്ങനെ പലയിടത്തും നമുക്ക് ആഹ്ലാദം കിട്ടുന്നു. അത് സുഖമല്ല, സന്തോഷമല്ല, ആഹ്ലാദം കൂടി കൂടി വരുന്നത്. നാലാമത്തേതാണ് ആനന്ദം. ഈ ആനന്ദമാണ് പരമാനന്ദം. അതാണ് നമ്മുടെ സ്വരൂപം. അത് നമ്മൾ കുറച്ച് അനുഭവിക്കുന്നതാണ് നിദ്രയിൽ, അറിയാതെ അനുഭവിക്കുന്നു. അത് അറിവായി വരുമ്പോഴാണ് ആനന്ദമാകുന്നത്. ആ ആനന്ദത്തെയാണ് ആനന്ദോ വൈ ബ്രഹ്മ. അതുകൊണ്ടാണ് ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം എന്നൊക്കെ പറയുന്നത്. സദ്ഗുരും തം നമാമി. അതാണ് എൻ്റെ ഗുരു. അപ്പം ഏതാ ഗുരു? ഈ താടി ഇതൊന്നുമല്ല, അതാണ് എൻ്റെ ഗുരു. അതിനെയാണ് ഞാൻ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ യോ നന്ദ പരമാനന്ദ, നന്ദഗോപൻ പരമാനന്ദമാകുന്നു. അതാണ് കൃഷ്ണൻ്റെ ഒരു അച്ഛൻ. രണ്ടച്ഛനാണ് കൃഷ്ണൻ, നന്ദഗോപനും വസുദേവനും. രണ്ടമ്മയാണ്, ദേവകി, യശോദ. അപ്പോൾ ആദ്യം അച്ഛൻ്റെ കാര്യം പറയും. യോ നന്ദ പരമാനന്ദ.
പരമാനന്ദത്തെ പ്രതിനിധാനം ചെയ്യുന്നു നന്ദഗോപൻ. യശോദ മുക്തി ഗേഹിനി. ആരാണ് യശോദ? മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ ലിബറേഷൻ, മോചൻ. ഗേഹിനി എന്ന് പറഞ്ഞാൽ ഗൃഹകാരിണി, വീട്ടുകാരി. വീട്ടുകാരിക്കാണ് ഗേഹിനി എന്ന് പറയാം. അപ്പോൾ നന്ദഗോപൻ്റെ ഭാര്യയാണ് യശോദ. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരാൾ പരമാനന്ദത്തെ പ്രതിനിധാനം ചെയ്യുന്നു എങ്കിൽ മറ്റേയാളോ മോചനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. മുക്തി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. എന്താ ഈ സ്വാതന്ത്ര്യം? അപ്പോൾ എന്താണ് ബന്ധനം? ബന്ധനം എന്ന് പറഞ്ഞാൽ ദേശം, കാലം, വസ്തു ഇതിനാൽ പരിമിതപ്പെടുന്നത് ആണ് ബന്ധനം. നമുക്ക് 3 ബന്ധനമാണുള്ളത്. ദേശം കൊണ്ട്, കാലം കൊണ്ട്, വസ്തുവിനാൽ. ദേശത്തിൽ നാം ബന്ധിതരാണ്. ഇപ്പോൾ നിങ്ങൾ ബോംബെയിലാണ്, ഇപ്പോൾ നിങ്ങൾ നാട്ടിലില്ല. പലയിടത്തും നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് അവിടെ എത്താൻ പറ്റാത്തതാണ് നമ്മുടെ ഒരു തടസ്സം, നമുക്കുള്ള ഒരു ദുഃഖം. അതാണ്, അതൊരു പരിമിതിയാണ്. നമ്മൾ അറിയുന്ന ഒരു പരിമിതി. നമ്മൾ ഒരു പരിമിതമായ സ്ഥലത്ത് നിലകൊള്ളുന്നു എന്ന ഒന്നാമത്തെ ബന്ധനം ദേശം. 2 കാലം, ടൈം. അതെന്താണ്? ഞാൻ ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവുമോ? എൻ്റെ ഈ കുട്ടികളൊക്കെ ഒന്ന് വലുതായി അവർക്കൊക്കെ ഒരു നല്ല വഴിക്കായിട്ട് എനിക്ക് പോയാൽ മതി എന്നുണ്ടായിരുന്നു എന്നാണ് ആദ്യത്തെ ആഗ്രഹം. അപ്പോൾ കുട്ടികളൊക്കെ വലുതായി, അവർക്ക് കുട്ടികളായപ്പോഴോ ആ കുട്ടികളൊക്കെ ഒന്ന് വിവാഹമൊക്കെ കഴിച്ചു, ആ കുട്ടികൾക്ക് കുട്ടികളായി, ആ കുട്ടികളും വലുതായി, ഇങ്ങനെ പോകുന്നു. മക്കളുടെ മക്കളെയൊക്കെ വലുതായി വീണ്ടും വീണ്ടും വലുതായിട്ടൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാനുണ്ടാകുമോ? ഈ സമയം എന്നെ എന്താ പറയുക, ബന്ധനം ഉണ്ടാക്കും. മഹാത്മജിയോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊള്ളാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞ് ഇന്ത്യ ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും ശിരസ്സുയർത്തി നിൽക്കുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് എന്താണ്? പരിമിതികളാണ്. കാലം, വസ്തു, ശരീരത്തിൽ തന്നെ നാം പരിമിതരാണ്. പഴയതുപോലെയൊന്നും വയ്യ, സ്റ്റെപ്പ് കയറാൻ, ഓടാൻ വയ്യ. മെസ്സിയെ പോലെയൊക്കെ ഓടി ഒരു ഗോളടിക്കണം എന്നൊക്കെ ഉണ്ട്, വയ്യ എനിക്ക്. ഞാനും ഒരു ജേഴ്സിയൊക്കെ ഇട്ടിട്ട് കുട്ടികളെ കൂടെ ആ എന്താ പറയുക ഫ്ലാറ്റിൻ്റെ മുന്നിൽ കാണുന്ന ഗ്രൗണ്ടിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കി ഒരു ഗോൾ അടിക്കാം നോക്കുമ്പോഴല്ലേ വയ്യ കേട്ടോ. പരിമിതനാണ്. അപ്പം ദേശം, കാലം, വസ്തു, ഈ ദേശകാല വസ്തു പരിമിതിയെ നാം അതിവർത്തിക്കുന്നത് നമ്മുടെ ഈ ഐഡൻറ്റിറ്റിയെ നാം പൊളിക്കണം. അപ്പോൾ നമ്മൾ പരിമിതമായ വ്യക്തിത്വവുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പരിമിതി. വാസ്തവത്തിൽ നാം അപരിമേയരാണ്, പരിമിതി ഇല്ലാത്തവരാണ്. പക്ഷേ നാം നമ്മെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നാം നമ്മെ ശരീരവുമായി ചേർത്ത് പറയുന്നു. വാസ്തവത്തിൽ നമ്മൾ ശരീരമാണോ? അല്ല. വ്യവഹാരത്തിൽ നമ്മൾ വലിയ വേദാന്തികളാണ്. എന്താ വ്യവഹാരത്തിൽ നമ്മൾ പറയണത്? എൻ്റെ ശരീരം എന്നാ പറയും. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവത്തെ എൻ്റേത് എന്നാ പറയണത്. എൻ്റെ തല വേദനിക്കുന്നു, ഡോക്ടറോട് പോയി പറയണതാ, ഡോക്ടറെ എൻ്റെ തലവേദനിക്കുന്നു. ആരും ഡോക്ടറോട് പറയാറില്ല ഞാൻ തലവേദനയാകുന്നു. ഭാര്യ ചിലപ്പം ഭർത്താവിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടാവും, ഇയാൾ എനിക്കൊരു തലവേദനയാണ്. അല്ലാതെ നമ്മളാരും ഡോക്ടറോട് പറയാറില്ല ഞാൻ വയറുവേദനയാകുന്നു, ഞാൻ കൈവേദനയാകുന്നു. എൻ്റെ കൈ വേദനിക്കുന്നു. എൻ്റെ കൈ എന്നിൽ നിന്ന് അന്യമാണ്. ഇതെൻ്റെ വാച്ചാണെങ്കിൽ ഞാൻ വാച്ചല്ല. എൻ്റെ വാച്ച് ഞാനിൽ നിന്ന് അന്യമാണ്. ഇങ്ങനെ ഞാനിൽ നിന്ന് അന്യമായതിനെയാണ് എൻ്റെ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ അംഗങ്ങളെയും നമ്മൾ പറയുന്നത് എൻ്റെ എന്നാണ്. എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി. ഇനി ആന്തരിക അവയവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കിഡ്നി ഭയങ്കരമാണ് കേട്ടോ.
എൻ്റെ ഹാർട്ട്, എൻ്റെ വൻകുടൽ, എൻ്റെ ചെറുകുടൽ. ഞാൻ വൻകുടൽ, ഞാൻ ചെറുകുടൽ അല്ല. അപ്പോൾ ഈ മൊത്തം ശരീരത്തെ എടുത്ത് സ്കാൻ ചെയ്ത് ഇങ്ങോട്ട് വെച്ചാൽ ഒക്കെ നമ്മളെന്താ പറയുക? എൻ്റെ. അല്ല സാറേ, ഇതിൽ നിങ്ങളെവിടെ? അതാപ്പം ഞാനും നോക്കണത്. ഞാൻ. എൻ്റെ പൊന്നു മോനെ, നീ പരിമിതമായ ഇതിൻ്റെ അകത്തിരിക്കുന്ന ആളല്ല. ഈ നീ ഉണ്ടല്ലോ, നീ ആരാണെന്നറിയോ? ഐതദാത്മ്യമിദം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. ഐതദാത്മ്യമിദം സർവം, ഏതൊന്നാണോ ഇതെല്ലാമായിരിക്കുന്നത്, തത്, അത് സത്യം, അതാണ് സത്യം. ഐതദാത്മ്യമിദം സർവം തത് സത്യം, അതിനെയാണ് സ ആത്മാ, ആത്മാവിനെ, തത്, അത്, ത്വം, നീ, അസി, ആകുന്നു, അത് നീയാകുന്നു. ഇത് 9 പ്രാവശ്യം അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കും. ധാലകൻ ശ്വേതകേതുവാകുന്ന പുത്രനോട്. ചാന്തോക്യോപനിഷത്ത് 6-ാം അധ്യായം, അവിടെ പോയാൽ കിട്ടും. CD മേടിച്ചോളൂ, കേൾക്കണം. അത് ആട്ടിപ്പൊളി സാധനമാണ്. മലയാള ഭാഷയിൽ പുതിയ രഞ്ജിനി ഹരിദാസിൻ്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, മലയാളത്തിൻ്റെ മാതാവായിരിക്കുന്ന പിതാവ് നമുക്കുണ്ട്, മാതാവില്ലാതിരുന്നത്. ഇപ്പോൾ ഒരു മാതാവിനെ കിട്ടി. അപ്പോൾ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകും. അപ്പം അത് നീയാകുന്നു. അപ്പം ഞാൻ എന്താണ് വാസ്തവത്തിൽ? ഞാൻ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇത് വിവേക ചൂടാമണിയിൽ ഭഗവത്പാദർ എങ്ങനെ ഉപാസന ചെയ്യണമെന്ന് പറയുന്നു. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാലവിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. മോനെ, ജാതി, നീതി, കുലം, ഗോത്രം, നാമം, രൂപം, ഗുണം, ഇതൊക്കെ വർജിതം, ഉപേക്ഷിക്കേണ്ടതാണ്. ദേശകാല വിഷയാദിവർത്തിയത്, ദേശത്തെയും കാലത്തെയും വിഷയത്തെയും, ഈ ശബ്ദസ്പർശരസരൂപ ഗന്ധാദികൾ, വസ്തു എന്താ, ടൈം ആൻഡ് സ്പേസ്, അതിനെയൊക്കെ അതിവർത്തിച്ച് ദേശ വിഷയകാലവർത്തിയത് തത്, അത്, തത് ത്വം അസി, അത് നീയാകുന്നു. ഇത് ഭാവയ, ഇത് ഭാവന ചെയ്യൂ. ആത്മനി, തൻ. ഇതിനെ ബോധിപ്പിച്ചു തരുന്നതാണ് ശങ്കര ഭഗവത്പാദരുടെ മറ്റൊരു കൃതി. ഏതാണ്? എല്ലാ കൃതികളും സ്വസ്വരൂപ അനുസന്ധാനം. അതാണ്. ആരാണ് ഞാൻ? ഈ ഞാനിനെ അവതരിപ്പിക്കുകയാണ്. മനോ ബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മനോ ബുദ്ധി അഹങ്കാര ചിത്താനി ന അഹം, ഞാൻ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അന്ധക്കരണ വൃത്തികൾ, ഇത് ഒന്നും അല്ല. നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ, ഞാൻ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇവയല്ല. നജ പ്രാണസംജ്ഞോ, ഞാൻ എന്താണ്? ഞാൻ ഭൂമിയല്ല, ആകാശമല്ല, വായുവല്ല, അഗ്നിയല്ല. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായു, പഞ്ചവായുക്കൾ ഞാനല്ല, പ്രാണന്മാർ ഞാനല്ല. പിന്നെ ആരാണ് സാറേ നിങ്ങൾ? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അഹം ശിവസ്വരൂപ, ഞാൻ ആനന്ദം, സച്ചിദാനന്ദം. ഇതാണ് നമ്മൾ. ഇതാണ് ആചാര്യസ്വാമികൾ ഹസ്താമലക സ്തോത്രത്തിൽ ആ പയ്യനോട് ചോദിച്ചത്. മോനെ, നീ ആരാ? നിൻ്റെ പേരെന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? ഇതാണ് ഹസ്താമലക സ്തോത്രത്തിൻ്റെ ആരംഭം. കസ്ത്വം ശിശോകസ്യ കുതോസി ഗന്ധ കിം നാമദേ ത്വം കുത ആഗതോസി
ഏതന്മയോക്തം വദചാർഭകത്വം മത്പ്രീതയേ പ്രീതി വിവർധനോസി. കസ്ത്വം ശിശോ, നീ ആരാണ്? കുതോസി ഗന്ധ, നീ എവിടെന്ന് എങ്ങോട്ട് പോകുന്നു? എവിടെന്ന് വരുന്നു? ആഗതഃ കസ്ത്വം ശിശോകസ്യ കുതോസി ഗന്ധ കിം നാമധേത്വം, നിന്റെ പേരെന്താണ്? കുത ആഗതോസി, എവിടെന്ന് വരുന്നു? മത്പ്രീതയെ പ്രീതി വിവർധനോസി, എൻ്റെ പ്രീതിക്ക് വർധനവുണ്ടാക്കുന്ന വിധത്തിൽ എന്നോട് ഉത്തരം പറഞ്ഞാലും. വധ ഹേ അർഭക, അല്ലയോ കൊച്ചുകുട്ടി, അല്ലയോ കൊച്ചുകുട്ടി, എനിക്ക് ഏത് കേട്ടാൽ ഞാൻ സംപ്രീതനാകും, അതിനനുസരിച്ച് നീ എനിക്ക് ഉത്തരം തരൂ. ജന്മത്തിൽ സംസാരിക്കാത്തവനോടാ ചോദിച്ചത്. ഇതുവരെ അവൻ സംസാരിച്ചിട്ടില്ല. ഈ സംസാരിക്കാത്ത കുട്ടിയെ ശങ്കരാചാര്യരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഈ അമ്മമാർ നമസ്കരിപ്പിച്ചു. കർണാടക ദേശത്തിൽ ദിഗ്വിജയം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. ബ്രാഹ്മണ ദമ്പതിമാരായിരുന്നു. ഈ കുട്ടി ജനിച്ചിട്ടേ സംസാരിച്ചിട്ടില്ല. എന്നാൽ പിന്നെ ഇവനെ നേരെയാക്കാൻ പറ്റുമോ? ഈ മഹാത്മാവ് വലിയൊരു മഹാത്മാവാണെന്ന് കേട്ടു. ഇവർ അങ്ങനെ നമസ്കരിച്ചു. അങ്ങനെ അവനിങ്ങനെ നോക്കി ശങ്കരാചാര്യൻ. അപ്പോൾ അവനോട് ശ്ലോക രൂപത്തിൽ ചോദിക്കുക, ഹേ കുട്ടി, നീ ആരാണ്? നിൻ്റെ പേരെന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? എനിക്കൊരു ഉത്തരം നൽകി എന്നെ പ്രീതനാക്കൂ. മത് പ്രീതയെ പ്രീതി വിവർധനോസ്, എൻ്റെ വർധനവിനായി, പ്രീതി വർധനവിനായിക്കൊണ്ട് പറയും. അതാരും ഇതുവരെ അവനോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അവന് തോന്നി, എന്നാൽ ഇയാളോട് സംസാരിക്കാം. പറ്റുന്നവരോട് വേണമല്ലോ സംസാരിക്കാൻ. അപ്പം അവൻ്റെ സംസാരമുണ്ട്. അതാണ് ഈ സാധനം. ഇതാ അവൻ പറയുന്നത്, നാഹം മനുഷ്യോ നജദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാ ന ബ്രഹ്മചാരീ ന ഗൃഹീ വനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. ഹേ ആചാര്യരെ, നാഹം മനുഷ്യോ, അഹം ന മനുഷ്യ, ഞാൻ മനുഷ്യനല്ല. പിന്നെ ഇവൻ ആര്? ഞാൻ മനുഷ്യനല്ല. നാഹം മനുഷ്യോ ന ദേവയക്ഷോ, ഞാൻ ദേവനല്ല, യക്ഷനല്ല, കിന്നരനല്ല. പിന്നെ നീ ആരാണ്? നാഹം മനുഷ്യോ നജ ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ, ഞാൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല. പിന്നെ നീ ആരാണ് മോനെ? ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥഃ ന ഭിക്ഷുഃ, ഞാൻ ബ്രഹ്മചാരിയോ ഗാർഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ അല്ല. എല്ലാറ്റിനെയും അവൻ ഖണ്ഡിച്ചു. എല്ലാ മതിലുകളെയും ഇടിച്ച് തകർത്തിട്ടു. എന്നിട്ട് പറയാണ്, ആരാണ് ഞാൻ? നിജബോധരൂപഃ അഹം ബോധസ്വരൂപഃ, ഞാൻ ബോധമാകും. ഇതൊക്കെ ഇടിച്ച് താഴെ ഇടണം. ഇത് ഇടിച്ച് താഴെ ഇടലാണ്. ഇത് താഴെ ഇട്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ആനന്ദം എന്ന് പറയുന്നത്. ഈ ആനന്ദമാണ് നമ്മളെന്നറിയാനുള്ള പദ്ധതിയാണ്. അപ്പം നാഹം മനുഷ്യോ നജ ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥഃ ഭിക്ഷു ന ച അഹം, അഹം ബോധസ്വരൂപഃ. ശങ്കരാചാര്യരുടെ കൃതികളുടെ ഇഷ്ടം മാതിരി സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നത്. ജീവൻ മുക്താനന്ദ ലഹരി, സ്വസ്വരൂപ അനുസന്ധാനം, നിർവാണ ഷട്കം, ഇതെല്ലാം അതാണ്. അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ നിത്യോഹം നിരവധ്യോഹം നിരാകാരോഹമേവ ച അനന്താനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. എന്ത് ലയമായിട്ടുള്ളൊരു സാധനമാണെന്നറിയോ? അസംഗോഹം അഹം അസംഗഃ, എനിക്കിതൊന്നുമായിട്ട് ബന്ധമില്ല. ഞാൻ സ്വാമിയാണോ ഗൃഹസ്ഥനാണോ നായരാണോ ഈഴവനാണോ ബ്രഹ്മചാരിയാണോ ഒന്നും മലയാളിയാണോ മറാഠിയാണോ ഇതൊന്നുമല്ല. അസംഗോഹം 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 പുനഃ പുനഃ.
എന്നിട്ട് വേണ്ടേ മറ്റുള്ളവരൊക്കെ നമ്മളെക്കുറിച്ച് പറയണത് നിങ്ങളൊരു അഹങ്കാരിയാണ്, നിങ്ങളൊരു വിഡ്ഢിയാണ്, നിങ്ങളതാണ്, നിങ്ങൾക്കിതറിയില്ല, അത് പറ്റൂല, അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെയാണ്. എന്തിനിതൊക്കെ കേട്ട് നമ്മൾ വിഷമിക്കണം? നമ്മളിതാ ഉള്ളിലിത് പറയും, അസംഗോഹം അസംഗോഹം, എനിക്ക് മരുമോളുമായിട്ട് ഒരു ബന്ധൂല്യ. അസംഗോഹം പുനഃ പുനഃ. പിന്നെ ഞാൻ ആരാണ്? സച്ചിദാനന്ദരൂപോഹം. ഒരു മൂലയ്ക്ക് വീട്ടിൻ്റെ എവിടെയെങ്കിലും ഇരുന്ന് ഇത് 4 ആവർത്തി പറഞ്ഞാലുണ്ടല്ലോ, ആ വീട്ടിൽ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാവും. അനന്താനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. അഹമേവ അഹം, ഞാൻ മാത്രമാണ്. ഇത് ഗംഭീര പരിപാടിയാണെന്നറിയോ ഇത്? ഇതാണ് എന്ത്? ആനന്ദം. ഇതിൻ്റെ വാതിലിങ്ങനെ തുറക്കുന്ന പരിപാടിയാണ് മുക്തി. ഇതാണ് നന്ദഗോപനും യശോദയും തമ്മിലുള്ള ബന്ധം. ഇവരുടെ വീട്ടിലാണ് കൃഷ്ണൻ വളരുന്നത്, അവിടെയാണ് വളരേണ്ടത്, ആനന്ദത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ഗൃഹത്തിൽ. അവരാണ് അവനെ വളർത്തുന്നത്. നമ്മുടെയും വളർത്തച്ഛനും വളർത്തമ്മയും ഇതായിരിക്കണം. മോക്ഷത്തിലേക്ക് നാം വളരുന്നു. ആനന്ദം നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു, സ്വാതന്ത്ര്യം അമ്മയുടെ സ്ഥാനത്തും നിൽക്കും. എന്ത് ഗംഭീരമായിട്ടുള്ളൊരു അവതരണമാണ് ഇതൊക്കെ. ഇങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ പോയി ചിന്തിച്ചാലുണ്ടല്ലോ, തല ഇങ്ങനെ, ഒരു ചോക്ലേറ്റിൻ്റെ പരസ്യമില്ലേ, ചോക്ലേറ്റ് ഇങ്ങനെ കഴിക്കുമ്പോൾ തല ഇങ്ങനെ പൊട്ടിപ്പോണത്, അതേപോലെയാണ് ഭാഗവതം ഇങ്ങനെ കേൾക്കുമ്പോൾ തല അങ്ങോട്ട് പൊട്ടിപ്പോവും. പൊട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ടുള്ളതല്ല, പോസിറ്റീവായിട്ട്. എങ്ങോട്ടേക്കാണ് ഇത് പൊട്ടണത്? ഈ പ്രപഞ്ചത്തിലേക്ക്. പിന്നെ നമുക്കൊരു തലയില്ല. പിന്നെ നമ്മുടെ തല എന്താ? സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ കൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം. കിടക്കുകയാണ് ഇനിയും. ഇങ്ങനെ സഹസ്രശീർഷന്മാരാവും നമ്മൾ. ആനയുടെ തലയും നമ്മുടെ തലയും ഒക്കെ, ഉറുമ്പിൻ്റെതും ഒക്കെ നമ്മളുടെ തലയാവും. ഇതാണ് ആനന്ദം, മോക്ഷം. ഭാര്യയും ഭർത്താവും 2 പേര് മറന്നുപോകരുത്. അല്ലാതെ ഇതൊരു പോറ്റമ്മ, ഇതൊരു ദത്തെടുത്ത അമ്മ, പാവം. കഥയിൽ അങ്ങനെയാണ്, അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ വളർത്തുന്നതാണ്. നമ്മുടെ ശരിയായ അച്ഛനും അമ്മയൊക്കെ വേറെയാണ്. നമ്മളിപ്പോൾ ഉള്ള അമ്മ ഉണ്ടല്ലോ, വളർത്തമ്മ, ആ അമ്മയുടെ ജോലി തന്നെ ഇതാണ്, നമ്മളെ സ്വതന്ത്രമാക്കുക. ഇതെങ്ങനെയാണ്? അമ്മ നമ്മളെ ഒരു കാര്യത്തിലും ഒരു സ്വാതന്ത്ര്യം തരുന്നില്ല. ഒന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഇരിയടാ എന്ന് പറയും. മക്കൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഈ അമ്മമാരാണ്. എന്നാൽ അമ്മമാരാണ് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്. അപ്പോൾ കുട്ടികളായിട്ട് വന്നത് അബദ്ധമായി എന്ന് കരുതുക ചില അമ്മമാർ. അങ്ങോട്ട് വരണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇവൻ വീട്ടിൽ പോയാൽ ഇത് ഇങ്ങനെ സ്വാമി പറഞ്ഞേ കേട്ടില്ലേ അമ്മേ, സ്വാമി പറഞ്ഞേ കേട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ യോനന്ദ പരമാനന്ദ യശോദ മുക്തികേഹിൻ. 4-ാമത്തെ ശ്ലോകം. ഏറ്റവും പ്രധാനപ്പെട്ടവരെ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുള്ളത്. ഇനി വരുമ്പോൾ ഒക്കെ കേൾക്കാം കൂടുതൽ. മായാസാ ത്രിവിധ പ്രോക്ത സത്വരാജസ താമസി. മായാസാ ത്രിവിധ പ്രോക്ത. സാ മായ, ആ മായ, അവൾ, മായയാകുന്ന അവൾ 3 വിധത്തിലാണെന്ന് പറയപ്പെടുന്നു. ത്രിവിധ പ്രോക്ത. സത്വം രാജസ താമസി, സാത്വികവും രാജസികവും താമസികവും. നമ്മൾ വെറുതെ ഓരോന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? സത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണമാർന്നത്, നല്ലത്. രജസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കുഴപ്പമില്ലാത്തത്. തമസ് എന്ന് പറഞ്ഞാൽ കൊള്ളാത്തത്. ശുദ്ധ സംബന്ധമാണ് നിങ്ങളങ്ങനെ മനസ്സിലാക്കി വെച്ചത്. സത്വരജ തമോ ഗുണങ്ങളാണ് പ്രകൃതി. അല്ലാതെ ഒന്ന് ഗുണമുള്ളതും ഗുണം കൂടിയതും എന്നല്ല. ചിലപ്പോൾ ചിലരൊക്കെ അത് പറയുന്നു. അത് പറയുന്ന അവരുടെ അറിവുകേടാണ്. അറിവുകേട് ആര് പറഞ്ഞാലും അറിവുകേട് തന്നെയാണ്. ബ്രഹ്മം പറഞ്ഞാലും വിവരക്കേട് വിവരക്കേട് തന്നെയാണ്. അല്ലാതെ ആവുന്നത് എങ്ങനെയാണ്? വേദാന്ത ശാസ്ത്രത്തിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് സത്വം കൂടിയ നല്ലതാണ്, രജസ് അതിൽ കുറഞ്ഞതാണ്, തമസ് അതിലും തീരെ കുറഞ്ഞതാണ് എന്ന്? അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ തമോ ഗുണമാണ്. നിദ്ര തമസ് തന്നെയാണ്. അതിനിപ്പോൾ എന്താ കുഴപ്പം? നിദ്ര വേണ്ടേ? നിങ്ങൾ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക, ഞാൻ സത്വഗുണിയാണ്. നിങ്ങൾക്ക് മെൻ്റലാണ് എന്നർത്ഥം.
ഭ്രാന്തിന് സത്വം എന്നാരും പറഞ്ഞിട്ടില്ല. തമസ് അപ്പോൾ രാവിലെ ആയാൽ സാത്വികമാണ് പ്രകൃതി. കുറച്ചുകൂടെ സൂര്യനെ കൊതിച്ച് എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെതാവുമ്പോൾ രജസ്സാവും എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആവും. പിന്നെയോ തമസിലേക്ക് വിശ്രാന്തിയാണ്. ഇങ്ങനെ ഉദിക്കുന്നു, നിലനിൽക്കുന്നു, വിലയിക്കുന്നു. ഇതാണ് 3 ഗുണങ്ങൾ: ഉണർച്ചയും നിലനിൽപ്പും തിരോധാനവും. അതേത് കൂടിയത് കുറഞ്ഞത് മോശം എന്ന് പറയുന്നത്? വേദാന്തത്തിൽ ഇങ്ങനെ കുറഞ്ഞത് കൂടിയത് നികൃഷ്ടം ഉത്കൃഷ്ടം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും ഇങ്ങനെ ഇടയിൽ അടിച്ചു വിടുന്നതാണ്. ചിലർ ഉറങ്ങണു, അവർ തമോ ഗുണിയാണ്. നിങ്ങളൊരു കാലത്ത് നേരെയാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് കേമൻ, നിങ്ങൾ കേമനല്ല. അപ്പോഴാണല്ലോ ഒന്നൊരിക്കൽ ദക്ഷിണ കൂടുക. നമ്മൾ സമമാണ്, നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിന് ദക്ഷിണ വേണ്ടല്ലോ. ഇതെല്ലാം ഈ ദക്ഷിണയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് സത്വരാജസ താമസി. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അത്തരത്തിലുള്ളതാണ്. പ്രോക്താച്ച സാത്വികി രുദ്രേ ഭക്തേ. രുദ്രനിലും ഭക്തനിലും സാത്വികമായ മായയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മണി രാജസി. രജോഗുണമായിരിക്കുന്ന മായയെ ബ്രഹ്മാവിൽ പറഞ്ഞിരിക്കുന്നു. രജോഗുണത്തിലാണ് സൃഷ്ടികളൊക്കെ നടക്കുന്നത്. ഏത് സൃഷ്ടിയിലും രജസ്സിൽ നിന്നാണ് സൃഷ്ടമാകുന്നത്. താമസി ദൈത്യപക്ഷേഷു. തമോ ഗുണമായിരിക്കുന്ന മായ അസുരന്മാരിൽ പറഞ്ഞിരിക്കുന്നു. ആസുരികമായിട്ടുള്ളത്. അസു എന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്ന അസുരന്മാരുണ്ടല്ലോ, ആ അസുരന്മാരല്ല, നമ്മളെ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന, അതൊരു നമ്മളിൽ തന്നെ ഉള്ളതാണ്. ഈ അസുരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുരാഹ എന്നാണ്. ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അസുരന്മാരാണ്. നിങ്ങളൊരു ഐസ്ക്രീം കഴിക്കുമ്പോൾ നിങ്ങൾ അസുരനാണ്. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെ അനുഭവിക്കുക. നിങ്ങൾ ടി വി കാണുമ്പോൾ നിങ്ങൾ അസുരനാണ്. അതുമാത്രമാണ് ജീവിതം എന്ന് പറയുമ്പോഴോ നിങ്ങൾ അസുരനായി, പക്കാ അസുരനായി. വിഷയങ്ങളിൽ രമിക്കുന്നതിനെയാണ് അസുരം എന്ന് പറയുക. ആസുരം. അസു എന്ന് പറഞ്ഞാൽ പ്രാണന്മാരാണ്. അസു പ്രാണേഷു ഇന്ദ്രിയേഷു. ഇത് ബാറ്റയുടെ ഒരു ഷൂ പോലെയല്ല. പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ. അതിൽ അഭിരമിക്കുന്നു. ആര്? അവനാണ് അസുരൻ. അപ്പോൾ അസുരന്മാർ എല്ലാവരിലും ആസുരികമായിട്ടുള്ളതുണ്ട്. എല്ലാവരും അസുരന്മാരാണ്. അതെന്താണ്? താമസികമായിരിക്കുന്ന മായയെ പറഞ്ഞിരിക്കുന്നു. താമസി ദൈത്യപക്ഷേഷു മായാ ത്രേതാഹി ഉദാഹൃത. 3 പ്രകാരത്തിൽ മായയെ ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നു: സത്വം, രജസ്, തമസ്സും. അതിവിടെ ബ്രഹ്മാവിനെയും രുദ്രനെയും അസുരന്മാരെയും ചിത്രീകരിച്ചു. തുടർന്ന് പറയുകയാണ്, അജേയ വൈഷ്ണവീമായ ജപ്യേനച്ച സ്തുതാപുര. എന്നാൽ മറ്റൊരു മായയുണ്ട്, ജയിക്കാൻ പ്രയാസമേറിയിട്ടുള്ള വൈഷ്ണവീ മായ, ഭഗവാന്റെ നേരിട്ടുള്ള ഒരു മായ. ഭഗവാൻ ഗീതയിൽ പറയും, ദൈവീ ഹേഷ ഗുണമയി മമ മായ ദുരത്യയ. എൻ്റെ മായയെ തരണം ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളതാണ് പറയും. ഭഗവാൻ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്. എൻ്റെ മായ, വൈഷ്ണവീ മായ. അതാരാണ്? 6ാമത്തെ ശ്ലോകത്തിൽ, ദേവകീ ബ്രഹ്മപുത്ര സായ വേദൈഹി ഉപഗീയതേ. അത് ദേവകിയാണ്. അപ്പം ദേവകിയാകുന്ന വൈഷ്ണവീ മായ. അപ്പം മായ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കണ്ടുവല്ലോ. എന്തൊക്കെ സൃഷ്ടി എന്ന് പറയുന്നത് മായയാണ്. എന്താ ഈ സൃഷ്ടി എന്ന് പറയുന്നത്? നാമം, രൂപം. ഒരു രൂപം എടുക്കുന്നു, അപ്പോൾ അതിനൊരു പേര് വന്നു.